എന്താ ശാന്തേച്ചി, കാറൊക്കെ വന്നിട്ടുണ്ടല്ലോ. സീതയുടെ കാറാ, അവൾ അയച്ചതാ. ഇന്ന് അവളുടെ ജന്മദിനല്ലേ. ഞങ്ങൾ സിഹിക്ക് ഇഷ്ടപ്പെട്ട ഗൊജ്വാലക്കിയും പലഹാരങ്ങളും ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോകുക. ഞങ്ങൾ ഇനി വൈകുന്നേരം തിരിച്ചു വരുള്ളൂ. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലേ? ഞാൻ ഇവിടെ തന്നെയുണ്ട്. ലിറ്റിൽ ചാം, രാമ, ഇതെന്തൊക്കെയാടാ നമ്മുടെ സിഹി? ഇതെന്താടാ ഇത്? സീതയുടെ വീട്ടിലേക്ക് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചുണ്ടെന്ന് എന്തിനാ? അറിയില്ല സാർ, അശോക് സാർ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ശാന്തേ വാ. ആംബുലൻസ് ഒക്കെ നിൽക്കുന്നുണ്ടല്ലോ. എനിക്ക് എന്തോ വല്ലാതെ പേടി തോന്നുന്നുണ്ട് ഏട്ടാ. സിഹിമോളെ, എന്റെ സിഹിമോക്ക് എന്താ പറ്റിയത്? എന്റെ സിഹിക്ക് എന്താ പറ്റിയത് മോനെ? ഒരു ആക്സിഡന്റില് നമ്മുടെ സിഹി നമ്മളെല്ലാരും വിട്ട്. ഇല്ല ഇല്ല, എന്റെ സിഹിക്കൊന്നും പറ്റിയിട്ടില്ല. സിഹിമോളെ, സിഹിമോളെ, മുത്തശ്ശി സമാധാനപ്പെടും പ്ലീസ്. മുത്തശ്ശി, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലേ? നിക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ആഹാ, എനിക്കൊന്നും പറ്റിയില്ലല്ലോ. എനിക്കൊന്നും പറ്റിയിട്ടില്ല. നിങ്ങളെങ്കിലും ഞാൻ പറയുന്നെന്ന് കേക്ക്. അയ്യോ, എന്താ എന്റെ സിഹിമോൾക്ക് പറ്റിയത്? ഇതെന്താണ് പറ്റിയത്? എന്താണ് ഇത്? ഇനി ഞങ്ങള് മുത്തശ്ശി എന്ന് വിളിക്കാൻ ആരാ ഉള്ളത്? അപ്പോ എന്താണ് ഇതൊക്കെ പറ്റിയപ്പോ? എന്തിനാ മോളെ പോയത്? നിങ്ങളുടെ അമ്മ, എന്റെ വാണി മുത്തശ്ശി ഇവരാണ് കൊന്നത്. അവര് ഫോണിൽ അങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാനത് കേട്ടതാ.
അല്ല മോനെ, സിഹി മോളെ ഞങ്ങളെ കാണുന്നത് വാശി പിടിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഇവിടെ വന്നപ്പോ ഇങ്ങനെ കിടക്കല്ലേ കുഞ്ഞ്. എന്തിനാണ് ഞങ്ങളോട് കള്ളം പറഞ്ഞേ? ഞങ്ങളെന്റെ സീമോൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാ വന്നത്. സീ, മുത്തശ്ശി കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കുക പൊന്ന, എഴുന്നേക്ക് പൊന്ന. അപ്പോ നമ്മുടെ സീമോള് നമ്മുടെ ഒപ്പം നിൽക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത്. കോടതി വരെ പോയി നമ്മൾ അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നതല്ലേ അപ്പോ. എന്നിട്ടിപ്പോ അയ്യോ, എന്തിനാ ദൈവമേ, അവളെ എന്തിനാ ഇത്ര വേഗം തിരിച്ചു വിളിച്ചത്? അല്ല, ഒരു വശത്ത് അച്ഛൻ്റെ അവസ്ഥ വളരെ മോശമാ. ഇവിടെ ആണെങ്കിൽ അപ്പോ സീത എവിടെയാണോ? സീത എവിടെയാണ്? മേമ, സീതയ്ക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല, ഹോസ്പിറ്റലിലാണ്. എന്റെ സീത ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ? എന്നുവെച്ചാ സീത അറിയാതെ ഈ കാര്യങ്ങളൊക്കെ നടത്തണം. അയ്യോ ഭഗവാനെ, എന്ത് ഗതിയാ ഇത്? ചടങ്ങുകൾ നോക്കാം, വൈകിപ്പിക്കണ്ട. എനിക്ക് പക്ഷെ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല അശോക. അവൾക്കൊന്നും പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പോലെ എഴുതിട്ട് വരും. അച്ഛാ, നിങ്ങളെങ്കിലും പറയുന്നുണ്ടല്ലോ ഞാൻ മരിച്ചിട്ടില്ല എന്ന്. ഞാൻ സത്യമായിട്ട് മരിച്ചിട്ടില്ല. ഞാൻ ഇവിടെ തന്നെയുണ്ട് അച്ഛാ, നിങ്ങളുടെ കൺമുന്നിലുണ്ട്. ഒന്ന് നോക്ക്. എന്റെ മോളെ എഴുതിട്ട് വരും. രാമ, രാമ പ്ലീസ് ഒന്ന് സമാധാനപ്പെട്. ബി സ്ട്രോങ്. നിന്റെ അച്ഛനും അമ്മയും പോയ സങ്കടം ഇവള് വന്ന ശേഷമല്ലേ ഇല്ലാതായത്. പക്ഷെ ഇപ്പോ ഈ ക്രൂരനായ ഭഗവാൻ എന്തിനവളെ തിരിച്ചു വിളിച്ചത്? അപ്പോ ഒന്നും നമ്മുടെ കയ്യിലല്ല. അപ്പോ നീ ധൈര്യമായിട്ടിരിക്കെ, ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ അഭിനയിക്കുന്നത്? രാം, ഇങ്ങനെ ഒരു സമയത്ത് ആര് സമാധാനപ്പെടുത്തിയാലും നഷ്ടപ്പെട്ടതിന്റെ വേദന ഒരിക്കലും ഇല്ലാതാവില്ലറാ. സിഹിയുടെ ശരീരം ഇതുപോലെ നീ പുറത്തു വെച്ചു കഴിഞ്ഞാ നിന്റെ വേദന കൂടുകയുള്ളൂ. പ്ലീസ്, ഇനി എന്തെങ്കിലും പ്രോസസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്ക്. അതെ രാമ, കഴിയില്ലടാ. എന്റെ പോക്ക് തീയും ചൂടും പേടിയാണ്. അവളെ ഞാൻ എങ്ങനെയാണ്? അവളില്ലാത്ത ഈ ലോകത്ത് എനിക്കും ജീവിക്കണം. ഞാനും പോവാ. അപ്പൊ പിന്നെ സീതയും വേണ്ടേ നിനക്ക്? എടാ, നീ ഇങ്ങനെയൊക്കെ കാണിച്ച സീതയുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. അവൾക്ക് വേണ്ടിയെങ്കിലും നീ ധൈര്യം കാണിച്ചേ പറ്റൂ. വാ രാമ, വാ വാ. അച്ഛാ, നിങ്ങളൊക്കെ എന്താണ് കരുതുന്നത്? ഞാൻ മരിച്ചുപോയെന്നാണോ? മോളെ, അവസാനമായിട്ട് എന്നെ അച്ഛന്ന് വിളിക്കും. അച്ഛാ, നിന്റെ ഫ്രണ്ടല്ലേ സിഹിമോളെ ഞാൻ. ഈ ഫ്രണ്ടിനെ ഒറ്റയ്ക്കാക്കി പോവാ നീ?
അങ്ങനെ പോകാൻ പറ്റുമോ നിനക്ക്? പോകാൻ പറ്റുമോ നിനക്ക്? അശോക, അവള് എന്നെ സീതമ്മ ഒറ്റയ്ക്കാക്കി പോവല്ലേ? ഇനി ഒരിക്കലും വരാത്ത ദൂരത്തേക്ക്. മോളെ, രാമ, this is Ram. My name is Sihi. Friend? വാശി പിടിക്കല്ലേ, ഇത് എനിക്ക് ഒരുപാട് ജോലിയുള്ളതാ. ഐ പ്രോമിസ്, നിങ്ങളെ ഞാൻ വളരെ നന്നായിട്ട് തന്നെ നോക്കിക്കോളാം. ഈ അഗ്നിസാക്ഷിയെ ഞാൻ പറയുകയാണ്, നീ എന്റെ മകളാണ്, ഞാൻ നിന്റെ അച്ഛനും. അച്ഛാ, നമ്മുടെ 8ാമത്തെ പ്രദക്ഷിണത്തിന്റെ പ്രതിജ്ഞയാണ് സിഹി. ഈ തവണ എനിക്ക് എന്റെ അച്ഛനെ കിട്ടിയില്ലേ, ഇനി എനിക്ക് വേറെ ഒന്നും വേണ്ട മുത്തശ്ശ. എന്നോട് ക്ഷമിക്കണം സീത, എന്നോട് ക്ഷമിക്കണം. നീയില്ലാതെ നമ്മുടെ മകളുടെ അന്ത്യക്രിയ എനിക്ക് ചെയ്യേണ്ടി വന്നു. എന്നോട് ക്ഷമിക്കുക സീത. നമ്മുടെ സീതയുടെ ജീവനായിരുന്നില്ലേ? സിഹി എവിടെയാണെന്ന് സീത ചോദിച്ചാ അവളോട് എന്താ നമ്മൾ മറുപടി പറയാ? എനിക്ക് എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടതെന്ന് അറിയില്ല സീത. നീ വന്നെന്റെ മകൾ എവിടെയെന്ന് ചോദിച്ച എന്താ ഞാൻ പറയും? എന്റെ മകളുടെ കൂടെ ഈ രാമൻ അങ്ങ് പോയിരുന്നെങ്കിൽ. അയ്യോ, ഈശ്വര, ഞങ്ങളുടെ സിഹിയെ തന്നെ വേണമായിരുന്നു നിനക്ക്. ഞങ്ങളെ പോലെ പ്രായമായവർ വിട്ട് സിഹിയെ തന്നെ കൊണ്ടുപോയത് എന്തിനാ?
അശോക. എന്റെ സിഹി മോള്. എന്റെ പ്രശ്നങ്ങൾ ഇവിടെ കത്തിച്ചോരമാകുന്നത്. ഇനിയൊരു ചെറിയ പ്രശ്നം കൂടി. ആശുപത്രിയിൽ ചാവാനും ജീവിക്കാനും കഴിയാതെ ത്രിശങ്കു പോലെ ബാക്കി നിൽക്കുന്നു. ഇനി ഈ ഭാർഗവിയെ നേരിടാൻ ഒരാൾക്കും സാധിക്കില്ല. ഇനി നിന്റെ മുമ്പിൽ യാതൊരു തടസ്സവുമില്ല ഭാർഗവി. നിങ്ങളൊരു ദുഷ്ടയാ. ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. വാണി മുത്തശ്ശിയെ എന്തോ ചെയ്തു എന്ന് നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടതാ. അതും ഞാൻ പറയും അച്ഛനോട്. ദൈവം നിങ്ങൾക്കുള്ള പണിഷ്മെന്റ് തന്നോളും. നിങ്ങൾ കണ്ടോ? എടാ, സീതയുടെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണെന്ന് ഡോക്ടർ പറഞ്ഞത്. ഞാൻ ചോദിച്ചപ്പോ അവളെ കുറിച്ച് ഒരു അപ്ഡേഷൻ തന്നില്ല. അഥവാ ഇനി സിഹിയെ പോലെ സീതയും എന്നെ. നീ വെറുതെ ഓരോന്ന് പറയല്ലേ. പ്രതീക്ഷ ഇവിടെ അല്ലേ? എന്റെ മോളെ നഷ്ടപ്പെട്ടിട്ട് എനിക്കിനി എന്ത് പ്രതീക്ഷയാണ്? ഇനി സീത ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോ എന്റെ മകൾ എവിടെയെന്ന് ചോദിച്ചാ സിഹിമോള് നമ്മളെല്ലാം വിട്ട് എങ്ങോട്ടോ പോയെന്ന് പറഞ്ഞ അവൾ എങ്ങനെ സഹിക്കും അശോക? നമ്മുടെയൊക്കെ ജീവിതം ഇത്രയുള്ളടാ. റാം, ഈ സിറ്റുവേഷനില് നിനക്ക് ധൈര്യം തരാനാണെങ്കിലും നിന്നെ സമാധാനപ്പെടുത്താനാണെങ്കിലും അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല റാം. സീതയുടെ അവസ്ഥ മനസ്സിലാക്കി, സിറ്റുവേഷൻ മനസ്സിലാക്കി കാര്യങ്ങൾ പറയാം. നീ ഒറ്റയ്ക്കല്ല റാം, ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ഹോപ്പ് കൈവിടരുത് റാം. പ്ലീസ് ധൈര്യമായിട്ടിരിക്കാം. വരാമ പോവാം. ഇല്ല ശോക, എന്റെ സിഹിമോള് ഇവിടെ എവിടെ ഉള്ളത് പോലെ തോന്നുന്നു. എനിക്ക് ഇവിടം വിട്ട് എങ്ങോട്ടും വരാൻ പറ്റില്ല ശോക. അവൾ ഇവിടെ എവിടെയുണ്ട്. എന്റെ മോൾ ഇവിടെ തന്നെയുണ്ട്. ഞാൻ ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾ ആരും എന്നെ കാണുന്നില്ലേ? അച്ഛാ, ഇവിടെ നോക്കച്ചാ, നോക്കച്ചാ. എടാ, നമുക്ക് വീട്ടിൽ പോയി ഫ്രഷ് ആയി ഹോസ്പിറ്റലിൽ പോണം. സീത അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അവക്ക് ബോധം വന്നിട്ടില്ല. നമ്മൾ വേണ്ട ഈ സമയത്ത് അവളുടെ കൂടെ നിൽക്കാൻ. നീ വാ, വാടാ, വാടാ. എടാ അവള് സീതയും സിഹിയില്ലാത്ത വീട്ടിലേക്ക് ഞാൻ ഇനി എന്തിനാ പോകുന്നേ? എനിക്കവിടെ ആരാ ഉള്ളത് അശോക? സീതയ്ക്ക് വേണ്ടി പോകണം രാമ. സീതയ്ക്ക് ബോധം വന്നാൽ ഉടനെ സിഹിയെ കുറിച്ച് ചോദിക്കും. അപ്പൊ തന്നെ സിഹിയെ കുറിച്ച് പറയാൻ നമുക്ക് കഴിയില്ല എന്ന് കരുതി ഒരുപാട് ദിവസം നമുക്കിതൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല.
ഈ സത്യാവസ്ഥ സീത അറിഞ്ഞാൽ ഉടനെ അവൾക്ക് ജീവിക്കേണ്ടതെന്ന് തോന്നും. അത് തോന്നിപ്പിക്കണോ നിനക്ക്? എടാ, സീതയ്ക്ക് ഇനിയും ജീവിക്കാനുള്ള ആഗ്രഹം കൊടുക്കേണ്ടത് നീയാണ്. എനിക്കറിയാം, ഈ കാര്യങ്ങളൊന്നും പറയുന്നത്ര എളുപ്പമല്ല. മകളെ നഷ്ടപ്പെട്ട നിന്റെ വേദന, അതിന് ഈ ജീവിതത്തിൽ ഒരു പരിഹാരമില്ല. പക്ഷെ നിനക്കും സീതയ്ക്ക് ഒരു ജീവിതം മുന്നിലില്ലേ രാമ? അത് ജീവിച്ച് തീർക്കണ്ടേ? എടാ, സീതയ്ക്ക് വേണ്ടി നീ ധൈര്യം കാണിക്കണം. ഇതെല്ലാം ഫേസ് ചെയ്യണോടാ. വാ. സീതമ്മ അവളുടെ എനിക്കും പോവണം. ഇവിടെ എന്താ പറ്റിയെന്ന് ഞാൻ അവളോട് ചോദിക്കും. എന്താണെന്നോ സീതമ്മ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും എന്നെ നോക്കുന്നുമില്ല, ആരും എന്നെ കേൾക്കുന്നു പോലും ഇല്ല. നീയെങ്കിലും എന്നെ നോക്കുമല്ലോ സീതമ്മ, നോക്ക് സീതമ്മ. അച്ഛന് ബോധം ഉണ്ടായിട്ട് പോലും ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നുമില്ല. സീതമ്മ, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ നീ കണ്ണ് തുറക്കുന്നുമില്ല. നേഴ്സ് ആന്റി, എന്റെ സീതമ്മ എപ്പോഴാണ് കണ്ണ് തുറക്കുന്നേ? ആന്റി, നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നില്ലേ? ആന്റി, നോക്ക് സീതമ്മ, ഞാൻ പറയുന്ന ആരും കേൾക്കുന്ന പോലും ഇല്ല. എനിക്ക് ബെല്ലിനെ കാണണമെന്നുണ്ട്. അവൾ എൻ്റെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് അവളോട് സംസാരിക്കായിരുന്നല്ലോ. എന്താ സീതമ്മ കണ്ണു തുറക്കാത്തെ? ഇനി ഞാൻ എന്ത് ചെയ്താലും നീ കണ്ണു തുറക്കുക? പറ സീതമ്മ, പറ പ്ലീസ് സീതമ്മ, പറ. അമ്മ സീതമ്മ, രാമ ശ്രീരാമ. അമ്മ സീതമ്മ, രാമ ശ്രീരാമ. അമ്മ സീതമ്മ, രാമ ശ്രീരാമ. സീതാ മാതാ തുണയുണ്ടെങ്കിൽ ആരും ദുർബലരല്ല, ആരും ദുർബലരല്ല.